പ്രധാനപ്പെട്ട കേസിലാണിപ്പോൾ മാതൃകാപരമായ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കുടുംബവും അവിടുത്തെ ആളുകളുമെല്ലാം പൊതുജനമാകെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കലിയട്ടുന്നുള്ള വിവരങ്ങളുമായി സാരംഗ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, അത്യന്തം ശോകമൂകമായ അന്തരീക്ഷമാണ്. എന്താണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ. മാതാപിതാക്കന്മാരെയും അപമാനിക്കുകയാണ്. ഇപ്പോൾ വലിയ തോതിൽ നേതാക്കളുടെ ഒഴുക്ക് ഇങ്ങോട്ടുണ്ടാവുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിനെയും ഒക്കെ തന്നെ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 MP-മാർ MLA-മാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിരവധി സാധാരണക്കാർ ഇവിടെ എത്തുന്നു. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശരത് ലാലും കൃപേഷും എന്നത് സാധാരണക്കാർക്കിടയിൽ അത്രയും സ്വാധീനമുണ്ടായിരുന്ന ചെറുപ്പക്കാരായിരുന്നു. അവർക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ ആ നാട്ടുകാർക്കൊക്കെ തന്നെ ആ ഒരു ആകാംക്ഷയുണ്ട്. കാരണം എങ്ങനെയാണ് ഈ വിധി ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാദങ്ങൾ, വധശിക്ഷ ഒഴിവാക്കാനുള്ള വാദങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായ ഒരു രോഷമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇനി ഏതാനും കൃത്യമായി പറഞ്ഞാൽ അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ ഇനി എന്താണ് ശിക്ഷ എന്നറിയാനുള്ള ആ ഒരു തയ്യാറെടുപ്പുകളിലേക്ക് വരാനുള്ളത്. ഇപ്പോൾ ആ കൃത്യമായ കാത്തിരിപ്പിലേക്കാണ് ഇപ്പോൾ സ്മൃതി കുടീരം നമുക്ക് കാണാൻ സാധിക്കും. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കളെ, മാതാപിതാക്കളെയൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരെപ്പോൾ ആ ഒരു കാത്തിരിപ്പിലാണ്. ആ അമ്മയുടെ കണ്ണുനീര് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിസമാപ്തിയാവാൻ പോകുന്നത്. പൂർണ്ണമായും അവർക്ക് തൃപ്തി ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. കാരണം ഇപ്പോഴും കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ പ്രതിയേർത്ത 10ഓളം ആളുകളെ കോടതി വെറുതെ വിട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നേരെ അപ്പീൽ പോകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DCC പ്രസിഡന്റൊക്കെ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കുടുംബവും കോൺഗ്രസ് നേതൃത്വവും കൂടി യോജിച്ച് തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകുക. എന്തായാലും നേരത്തെ ഫെലിക്സ് ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കല്യോട്ടങ്ങാടി അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസ് വലിയ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസ് CPM ഓഫീസുകൾക്കൊക്കെ തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. കാരണം അന്ന് 2019 ഫെബ്രുവരി 17 ഇരുവരുടെയും കൊലപാതകം നടന്നതിന് ശേഷം പ്രദേശത്ത് ഒരു കലാപ സമാനമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനി ആവർത്തിക്കരുത് എന്നുള്ളൊരു തയ്യാറെടുപ്പ് കൂടി പോലീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാം.